അപ്പോൾ നിങ്ങളുടെ എത്രാമത്തെ മോഡ്യൂളാണ്? 6ാമത്തെ മോഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. IT ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ NCERT സിലബസിലുള്ള ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ 6ാമത്തെ ചാപ്റ്ററാണ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ നമുക്ക് അറിയാം, താപം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കുറേ ടേംസുകളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഹീറ്റും ടെമ്പറേച്ചറും, താപവും, ഹീറ്റെന്ന് പറഞ്ഞാൽ ഇത് ടെമ്പറേച്ചറും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട് അല്ലേ? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. Supply of heat to a body generally makes it hot and removal of heat makes it cool. Hotness or coldness of a body is measure of the level of heat energy in it. ഹീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഊർജ രൂപമാണ്, ഒരു ഊർജത്തിൻ്റെ രൂപമാണ്. ഹീറ്റ് ഈസ് ദി ഫോം ഓഫ് എനർജി. അപ്പോൾ അത് ഒരു വസ്തുവിനെ ചൂടാക്കുകയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്ന് ചൂട് പുറത്തേക്ക് എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഒരു വസ്തുവിന് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിക്കും. അതുപോലെ പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. അതായത് അത് കൂളാക്കും. ഹീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂളാകും, ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചൂടാവും. അപ്പോൾ താപത്തിൻ്റെ അല്ലെങ്കിൽ തണുപ്പിൻ്റെ അളവ് അതിൻ്റെ ബോഡി ഈസ് ദ മെഷർ ഓഫ് ലെവൽ ഓഫ് ഹീറ്റ് എനർജി ഇൻ ഇറ്റ്. അതിൻ്റെ അകത്തുള്ള ഹീറ്റ് എനർജിയുടെ അളവിനെ ആനുപാതികമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ അളവാണ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് എന്ന് പറയുന്നത്. ഇനി അതായത് വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവ്, ഒരു ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അല്ലെങ്കിൽ ഹീറ്റ് എനർജിയുടെ അളവ്, ആകത്തുക, അതാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ the intensity of hotness of a body is called temperature. ആ വസ്തുവിൻ്റെ താപത്തിൻ്റെ നില, അല്ലെങ്കിൽ ആ ചൂടാണോ തണുപ്പാണോ, ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്, അല്ലെങ്കിൽ ഇത് ഇൻറ്റൻസിറ്റി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി ഈസ് കോൾഡ് ടെമ്പറേച്ചർ. അതിലടങ്ങിയിരിക്കുന്ന താപത്തിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത, അതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദസ് വി സീ ദാറ്റ് സപ്ലൈ ഓഫ് ഹീറ്റ് ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ ആൻഡ് റിമൂവൽ ഓഫ് ഹീറ്റ് ഡിക്രീസസ് ദി ടെമ്പറേച്ചർ ഓഫ് എ ബോഡി. ഒരു വസ്തുവിന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടും, ഹീറ്റ് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശരിക്ക് നമ്മൾ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ്. പക്ഷേ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്, അല്ലെങ്കിൽ താപത്തിൻ്റെ നില, ആ താപത്തിൻ്റെ അവസ്ഥ, തണുപ്പും ചൂടും അനുഭവപ്പെടുന്ന ആ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്, അതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഉദാഹരണം, അതിൻ്റെ വ്യത്യാസം മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 1 ലിറ്റർ വെള്ളത്തിന് പിന്നെ നമ്മൾ ഒരു നിശ്ചിത അളവ് താപം 1000 കലോറി താപം കൊടുത്തു. അതുപോലെ 2 ലിറ്റർ വെള്ളത്തിനും 1000 കലോറി താപം കൊടുത്തു. 2 കേസായിട്ട്. അപ്പോൾ ഫസ്റ്റ് കേസിൽ 1000 കലോറി താപം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി ഉയർന്നു. രണ്ടാമത്തെ 2 ലിറ്റർ വെള്ളത്തിന് 1000 കലോറി താപം കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഉണ്ടാവുമോ? രണ്ടും ഒരേപോലെ ചൂടാക്കി. 1 ലിറ്റർ വെള്ളം 2 ലിറ്റർ വെള്ളം ഒരേപോലെ ചൂടാക്കി. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പം ആദ്യത്തേൻ്റെ ടെമ്പറേച്ചറും രണ്ടാമത്തേൻ്റെ ടെമ്പറേച്ചറും ഒരുപോലെ ആയിരിക്കുമോ? അല്ല, ആയിരിക്കില്ല. കാരണം 1 ലിറ്റർ വെള്ളം പെട്ടെന്ന് ചൂടാകും, 2 ലിറ്റർ വെള്ളം അതിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ കൂടുതൽ സമയം, അതിൻ്റെ ഇരട്ടി സമയമെടുക്കും. അതായത് പക്ഷേ അതിനുള്ളിലുള്ള ഹീറ്റ് തുല്യമാണ്. ശരിയല്ലേ? നമ്മളതിന് കൊടുത്ത താപം തുല്യമാണ്. 1 ലിറ്റർ വെള്ളത്തിനകത്തുള്ള ഹീറ്റും 1000 കലോറിയാണ്. 2 ലിറ്റർ വെള്ളത്തിന് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഹീറ്റ് എനർജിയും സപ്പോസ് 1000 കലോറിയാണ്. പക്ഷേ അതിൻ്റെ ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും.
അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞ് ഊർജ്ജത്തിൻ്റെ അളവാണ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ മറ്റേത് രണ്ടാമത്തേത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചൂടോ തണുപ്പോ എന്നുള്ളതിൻ്റെ ആ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒരു ഐഡിയ. അതായത് നമുക്ക് ചൂടാണോ തണുപ്പാണോ എന്ന് തോന്നുന്നത് നമ്മുടെ ശരീരത്തിനേക്കാളിലും ടെമ്പറേച്ചർ കുറവാണെങ്കിൽ നമുക്ക് തണുപ്പാന്ന് തോന്നും. നമ്മുടെ ശരീരത്തിനേക്കാളും കൂടുതൽ ചൂടുണ്ടെങ്കിൽ നമ്മൾ ചൂടാണെന്ന് പറയും, അല്ലേ? അന്തരീക്ഷ താപം നമുക്കൊരു താഴ്ന്ന 10, 20, 25 ഒക്കെ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ നമ്മൾ പറയും തണുപ്പാണെന്ന് പറയും. നേരെ മറിച്ച് 35, 40 പിന്നെ ഡിഗ്രി ഒക്കെ ആകുമ്പോൾ നമ്മൾ പറയും ഭയങ്കര ചൂടാന്ന് പറയും. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ അപേക്ഷിച്ചാണ് നമുക്ക് ചൂടെന്നോ തണുപ്പെന്നോ പറയുന്നത്. അതായത് 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിലും അല്ലെ 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിലും അത് ചൂട് തന്നെയാണ്. പക്ഷെ നമുക്കത് തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നു. അതായത് ആ ടെമ്പറേച്ചറിൻ്റെ കമ്പാരിസൺ ആണ് അത് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്, അതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ 1 by 1 ആയിട്ട് എന്താ നോക്കാം. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് കോസസ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ടെമ്പറേച്ചർ ഇസ് ദ ലെവൽ ഓഫ് ഹീറ്റ് ഇൻ ദ ബോഡി. അതിനടങ്ങിയിരിക്കുന്ന ഹീറ്റിൻ്റെ ലെവലിനെയാണ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോസ്, ടെമ്പറേച്ചർ ഇറ്റ് ഈസ് ദി എഫക്റ്റ്. ഹീറ്റ് എന്ന് പറയുന്നതാണ് കാരണം, പക്ഷേ അതിൻ്റെ എഫക്റ്റാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഹീറ്റ് കൊടുക്കുന്ന കാരണം ടെമ്പറേച്ചർ എന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ദ കോസ് ആൻഡ് ടെമ്പറേച്ചർ ഈസ് ദ എഫക്റ്റ്. ഹീറ്റ് കാരണമാണ്, ടെമ്പറേച്ചർ അതിൻ്റെ എഫക്റ്റാണ്. 3, ഹീറ്റ് ഈസ് മെഷേർഡ് ബൈ കലോറിമീറ്റർ. അപ്പോൾ അതിൻ്റെ അളക്കുന്നതിന് ഹീറ്റ് മെഷർ ചെയ്യുന്നത് കലോറിമീറ്റർ ഉപയോഗിച്ചാണ്. ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ബൈ തെർമോമീറ്റേഴ്സ്, തെർമോകപ്പിൾസ് എക്സെട്ര. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ തെർമോകപ്പിൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ടെമ്പറേച്ചർ അളക്കുന്നത്. ഹീറ്റ് മെഷർ ചെയ്യുന്നത് അതിനകത്തുള്ള താപത്തിൻ്റെ ആകെ അളവാണ്, അതിന് കലോറിമീറ്റർ ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത്. നാലാമത്തെ, ഇറ്റ്സ് യൂണിറ്റ്സ് ആർ കലോറി, ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എക്സെട്ര. ഹീറ്റിൻ്റെ യൂണിറ്റ് കലോറി, അതുപോലെ BTU ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്, അതൊക്കെ നമ്മൾ അടുത്തായിട്ട് പഠിക്കും. പക്ഷേ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ഡിഗ്രിയാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സർ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സർ. ഭയങ്കര മഴയുടെ സൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഗെയിന് കുറച്ചിട്ട് ഓക്കെ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഹീറ്റിൻ്റെ യൂണിറ്റ് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് കലോറിയൊക്കെയാണ്. അതുപോലെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ഡിഗ്രിയാണ്. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, ഡിഗ്രി കെൽവിൻ, ഇതൊക്കെയാണ് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്. ഇനി അഞ്ചാമത്തെ വ്യത്യാസം, ഹീറ്റ് ഗെയിൻഡ് ഓർ ലോസ്റ്റ് ബൈ എ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മാസ്, സ്പെസിഫിക് ഹീറ്റ് ആൻഡ് റൈസ് ഓർ ഫാൾ ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി. ഒരു വസ്തുവിൽ ഹീറ്റ് ആഗിരണം ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? ഹീറ്റ് ഗെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ അത് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അത് പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന ഹീറ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഓൺ ഇറ്റ്സ് മാസ്, ആ വസ്തുവിൻ്റെ ഭാരം, മാസ്. അതുപോലെ ആ വസ്തുവിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന കപ്പാസിറ്റിയെ സംബന്ധിച്ച ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ പിന്നീട് അടുത്ത ടേംസിൽ പഠിക്കും. സ്പെസിഫിക് ഹീറ്റ് അതുപോലെ റൈസ് ഓർ ഫാൾ ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി, അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഒരു വസ്തു സ്വീകരിക്കുന്ന ഹീറ്റ് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഹീറ്റിൻ്റെ അളവ്. ഇനി ടെമ്പറേച്ചർ, റൈസ് ഓർ ഫാൾ ഓഫ് ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഗെയിൻഡ് ഓർ ലോസ്റ്റ് ബൈ ഇറ്റ്. ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അതിന് കിട്ടിയ ഹീറ്റിനും അല്ലെങ്കിൽ അതിൽ നിന്ന് നഷ്ടപ്പെട്ട ഹീറ്റിനും അനുസരിച്ചിരിക്കും, അതിനാനുപാതികമായിരിക്കും.
ഹീറ്റ് ഗെയിൻഡ് ഓർ ലോസ്റ്റ് ബൈ എ ബോഡി. ഹീറ്റ് ഒരു വസ്തുവിന് ആഗിരണം ചെയ്യുന്ന ഹീറ്റ് ആ വസ്തുവിൻ്റെ മാസിനും സ്പെസിഫിക് ഹീറ്റിനും അനുസരിച്ചിരിക്കും. പക്ഷേ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ വസ്തു ആഗിരണം ചെയ്ത ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിന് അനുസൃതമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് എഫക്ട്സ് ഓഫ് ഹീറ്റ് ഓൺ എ ബോഡി. ഒരു വസ്തുവിൽ ഹീറ്റ് എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം. എഫക്ട്സ് ഓഫ് ഹീറ്റ് ഓൺ എ ബോഡി, താപത്തിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തേത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൽ മാറ്റം വരും. ഒരു വസ്തുവിന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റം വരും. പിന്നെ വേറൊന്ന് ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഹീറ്റ് കൊടുത്തു കഴിയുമ്പം വസ്തുക്കൾ വികസിക്കും. ഹീറ്റ് പുറത്തേക്ക് എടുത്തു കഴിയുമ്പം വസ്തുക്കളിൽ ഡയമെൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാകും. പുറത്തേക്ക് എടുത്തു കഴിയുമ്പം ഡയമെൻഷൻ കുറയും. അപ്പം അതിൻ്റെ ഡയമെൻഷനിൽ അതിൻ്റെ അളവുകളിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ എഫക്റ്റ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. താപം കൊടുത്തു കഴിയുമ്പോൾ, ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥയിൽ സ്റ്റേറ്റ് എന്താണ്? സ്റ്റേറ്റിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റും കേരള സ്റ്റേറ്റും ഒക്കെ ആയിട്ട് മാറിപ്പോകുമോ? കേരളത്തിൽ നിന്ന് ചൂട് കൊടുത്താൽ അടുത്ത തമിഴ്നാട്ടിലെത്തുന്ന എന്താണ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? അവസ്ഥയാണോ സാർ? അത് തന്നെ, അത്രേ ഉള്ളൂ. അവസ്ഥ മാറ്റും. ഖരവസ്തു ചൂടാക്കുമ്പം ദ്രാവകമാകും, ദ്രാവകം ചൂടാക്കുമ്പോൾ വാതകമാകും. അങ്ങനെ അവസ്ഥ മാറും. അല്ലെങ്കിൽ ദ്രാവകത്തിൽ നിന്ന് ചൂട് എടുത്തു മാറ്റിയാൽ അത് ഖരാവസ്ഥയിലാവും. ഓക്കെ, വാതകാവസ്ഥയിൽ നിന്ന് അതിനെ ചൂട് നഷ്ടപ്പെടുമ്പോൾ, ചൂട് റിമൂവ് ചെയ്യുമ്പോൾ അത് ഖരാവസ്ഥയിലാവും. അപ്പോൾ ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, അവസ്ഥാമാറ്റം. പിന്നെ അതുപോലെ ചൂടാക്കിയാൽ ചേഞ്ച് ഇൻ കെമിക്കൽ കോമ്പോസിഷൻ, രാസപരമായ വ്യത്യാസങ്ങൾ ആ വസ്തുവിലുണ്ടാവും. ചൂടാക്കുകയും തണുപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചൂടാകുമ്പം പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറയും. അങ്ങനെ പല മെറ്റലുകൾ കാണുമ്പോഴേ ചൂടാകുമ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വ്യത്യാസം ഉണ്ടാവും. ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പ്രോപ്പർട്ടികളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതാണ് ഈ എഫക്ട്സ് ഓഫ് ഹീറ്റ്. പിന്നെ അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ അഞ്ചാമത്തേത് ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാനുള്ള കഴിവിൽ വ്യത്യാസമുണ്ടാവും. ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന കണ്ടക്ടിവിറ്റി കുറയും. പിന്നെ ആറാമത്തേത് ചേഞ്ച് ഇൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. മെക്കാനിക്കൽ ഗുണങ്ങൾ, അതായത് ഡക്റ്റിലിറ്റി. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചല്ലോ. യെസ് സാർ. ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, എലാസ്റ്റിസിറ്റി, ടഫ്നെസ്, ഹാർഡ്നെസ് എന്നൊക്കെ പറയുന്ന പ്രോപ്പർട്ടികളുണ്ടല്ലോ. അങ്ങനെയുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടികളിൽ വ്യത്യാസം ഉണ്ടാവും. ചൂടാക്കി കഴിയുമ്പോഴോ അല്ലെങ്കിൽ തണുപ്പിച്ച് കഴിയുമ്പോഴോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് എഫക്ട്സ് ഓഫ് ഹീറ്റ് ഓൺ എ ബോഡി. ഹീറ്റ് അളക്കുന്നതിന് 3 യൂണിറ്റുകളാണുള്ളത്. ദർ ആർ 3 യൂണിറ്റ്സ് ഓഫ് മെഷർ ഓഫ് ഹീറ്റ്. ഒന്ന് കലോറി, 2 CHU, 3 BTU. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. The amount of heat required to rise the temperature of 1 gram of water through 1 degree centigrade is called 1 calorie. അതായത് 1 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് 1 കലോറി എന്ന് പറയുന്നത്. 1 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ വെള്ളത്തിൻ്റെയാണ്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 ഗ്രാം ഓഫ് വാട്ടർ ത്രൂ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഈസ് കോൾഡ് കലോറി. ഇനി രണ്ടാമത്തെ CHU, സെൻറ്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 പൗണ്ട് ഓഫ് വാട്ടർ ത്രൂ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഈസ് കോൾഡ് CHU. അതും വരുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല. സെൻറ്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൗണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് ഒരു CHU എന്ന് പറയുന്നത്. 1 പൗണ്ട്. അത് ബ്രിട്ടീഷ് സിസ്റ്റത്തിലെ ഭാരത്തിൻ്റെ യൂണിറ്റാണ് പൗണ്ട് എന്ന് പറയുന്നത്, അറിയാമല്ലോ.
അപ്പോൾ CH 1 പൗണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് 1 CHU എന്ന് പറയുന്നു. ഇനി ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് BTU എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ദി amount of heat required to rise the temperature of 1 pound of water through 1 degree Fahrenheit. 1 പൗണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അടുത്ത് പഠിക്കും. എന്നാലും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പനിയൊക്കെ അളക്കുന്നില്ല 100 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത്, അത് വേറൊരു യൂണിറ്റാണ്. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്, ഡിഗ്രി കെൽവിൻ ഉണ്ട്, ഡിഗ്രി റൂമറുണ്ട്. അപ്പോൾ അത് അളക്കാനുള്ള ടെമ്പറേച്ചർ അളക്കാനുള്ള ഒരു യൂണിറ്റാണ് ഡിഗ്രി ഫാരൻഹീറ്റ്. ആരോ വന്നല്ലോ, ആരോമൽ ഇപ്പോഴാണ് വരുന്നത്. എന്താ ഇത് ആരോമല്? അപ്പം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ BTU എന്ന് ഷോർട്ട് ഫോം. ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് ദി amount of heat required to rise the temperature of 1 pound of water through 1 degree Fahrenheit is called BTU. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള കൺവേർഷൻ നമ്മൾ നോക്കാം. ഒരു CHU എന്ന് പറയുന്നത് 453.6 കലോറിയാണ്. ഒരു CHU എന്ന് പറഞ്ഞാൽ 453.6 കലോറീസ്. 1 BTU is equal to 252 calories. 1 CHU is equal to 1.8 BTU. 1 സെൻറ്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ് 1.8 ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതാണ് പിന്നെ ഹീറ്റിൻ്റെ യൂണിറ്റുകൾ. ഒന്നുകൊണ്ട് നോക്കാം. ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇസ് കലോറി. ഒരു കലോറി, അത് പ്രത്യേകം ആയിട്ട് നോട്ട് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്. നമ്മൾ സാധാരണ കൂടുതൽ ഉപയോഗിക്കുക SI സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കലോറി. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. 1 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ. ഇവിടെ CHU എന്ന് പറഞ്ഞാൽ 1 പൗണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ ടെമ്പറേച്ചർ CHU. 1 പൗണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഫാരൻഹീറ്റ് ഉയർത്താൻ ആവശ്യമായ താപമാണ് BTU, ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. ഇത് തമ്മിലുള്ള ബന്ധം 1 CHU is equal to 453.6 കലോറീസ്. ഇനി എന്താണ് നമുക്ക് ബോയിലിംഗ് താപത്തെ സംബന്ധിച്ച് മറ്റ് ചില ടേമുകളിലേക്ക് കിടക്കാം. ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ എന്തോ പറയുക? തിളനില എന്ന് കേട്ടില്ലേ? എനി സബ്സ്റ്റൻസ് സ്റ്റാർട്ട് ടേണിംഗ് ഇൻ ടു ഗ്യാസ് ഷോ ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ബോയിൽസ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ബോയിലിംഗ് പോയിന്റ്. അത് ഒരു ദ്രാവകം ചൂടായി അത് വാതകാവസ്ഥയിലേക്ക് മാറുമ്പോൾ അത് തിളയ്ക്കുന്നതായിട്ട് കാണാം. ടെമ്പറേച്ചർ അറ്റ് വിച്ച് ബോയിൽസ്, ആ വസ്തു തിളയ്ക്കുന്ന ആ ദ്രാവകം തിളയ്ക്കുന്ന ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഒരു വസ്തു ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുന്ന ആ ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിന്റ്. വെള്ളം ചൂടാക്കുമ്പോൾ തിളയ്ക്കുന്നത് എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്? വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. കേൾക്കുന്നില്ലേ? 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെള്ളം തിളയ്ക്കും. അപ്പം ഒരു വസ്തു ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് മാറുന്ന ടെമ്പറേച്ചറാണ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മെൽറ്റിംഗ് പോയിന്റ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് മെൽറ്റ്സ് ഇൻ ടു ലിക്വിഡ് or a liquid freeze to solid is called the melting point of that substance. The melting point of ice is 0 degree centigrade. ഒരു ഖരവസ്തു ഉരുകി ദ്രാവകമാകുകയോ അല്ലെങ്കിൽ ഒരു ദ്രാവകം തണുത്തിട്ട് ഖരാവസ്ഥയിലാകുന്ന ആ ടെമ്പറേച്ചറിനെയാണ്, അല്ലെങ്കിൽ ഖരത്തിൻ്റെയും ദ്രാവകത്തിൻ്റെയും കൂടെ ഇടയ്ക്കിലുള്ള കൃത്യം ആ ടേണിംഗ് പോയിന്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യുന്ന, ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും ദ്രാവകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്കും വരുന്ന ആ ടെമ്പറേച്ചറിൻ്റെ ആ പോയിൻ്റാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. ദ്രാവകം ഉരുകി അല്ലെങ്കിൽ ദ്രാവകം തിളച്ച് വാതകാവസ്ഥയിലേക്കാവുന്നു, അല്ലെങ്കിൽ വാതകാവസ്ഥയിൽ നിന്നുള്ളത് തിരിച്ച് അതിൻ്റെ താപം നഷ്ടപ്പെടുത്തി ദ്രാവകാവസ്ഥയിലേക്ക് വരുന്ന ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. അതായത്
ദ്രാവകാവസ്ഥയ്ക്കും വാതകാവസ്ഥയ്ക്കും ഇടയിലുള്ള ആ കൃത്യം ടേണിംഗ് പോയിൻ്റാണ് ബോയിലിംഗ് പോയിൻ്റ്. മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഖരാവസ്ഥയ്ക്കും ദ്രാവകാവസ്ഥയ്ക്കും ഇടയിലുള്ള പോയിൻ്റാണ്, അല്ലെങ്കിൽ ആ ടെമ്പറേച്ചറിൻ്റെ പൊസിഷനാണ് മെൽറ്റിംഗ് പോയിൻ്റ്. വെള്ളം ഐസ് ഉരുകി വെള്ളമാകുന്നത് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്, അല്ലെങ്കിൽ വെള്ളം തണുത്ത് ഐസ് ആകുന്നതും 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. അപ്പം മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ് ഈസ് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഓക്കെ ആയോ? ഓക്കെ ആയി സാർ. പെർഫെക്റ്റ്. ഓക്കെ സാർ. ഓക്കെ. ഇനി സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ മുമ്പേ ഇത് പഠിച്ചു, ഹീറ്റിൻ്റെ ടെമ്പറേച്ചർ പഠിച്ചു, ഹീറ്റിൻ്റെ സ്കെയിലുകൾ അല്ലെങ്കിൽ ഹീറ്റ് അളക്കാനുള്ള യൂണിറ്റുകളെ പറ്റി പഠിച്ചു. ഇനി ടെമ്പറേച്ചർ അളക്കാനുള്ള യൂണിറ്റുകൾ. ടെമ്പറേച്ചർ അളക്കാനുള്ള സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. ദർ ആർ 3 സ്കെയിൽസ് ടു മെഷർ ദ ടെമ്പറേച്ചർ. യൂണിറ്റ് അല്ല, അത് അളക്കാനുള്ള തോതുകൾ, സ്കെയിലുകൾ. അതാണ് 3 ടെമ്പറേച്ചർ സ്കെയിലുകൾ. ആക്ച്വലി 4 ഉണ്ട്. ഒന്ന് കെൽവിൻ സ്കെയിൽ, അത് ഈ നമ്മുടെ സെൽഷ്യസ് സ്കെയിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ 4 സ്കെയിലുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഒന്ന്, ദർ ആർ 3 സ്കെയിൽസ് ഓഫ് മെഷർ ദ ടെമ്പറേച്ചർ. ആക്ച്വലി ഫാരൻഹീറ്റ് സ്കെയിൽ, FARENHEAT, Fahrenheit scale. In British system, the unit of temperature is degree Fahrenheit. British system unit ആണ് ഈ Fahrenheit. In this system, at the normal atmospheric pressure, freezing point of the water is 32 degrees Celsius and boiling point of water is 212 degrees Celsius. അതായത് നോർമൽ സാധാരണ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, വെള്ളം തണുത്ത് ഐസാകുന്ന 30 ഡിഗ്രി എന്നും, ശരിക്കും സെൽഷ്യസ് നമ്മൾ ചേർക്കരുത്, 30 ഡിഗ്രി എന്നും. സെൽഷ്യസ് അത് സ്കെയിലിൻ്റെ പേരാണ്, ഇപ്പം നമ്മൾ സെൽഷ്യസ് ഒന്നും ചേർക്കരുത്. 30 ഡിഗ്രി എന്നും എടുത്തിരിക്കുന്നു. അതിൻ്റെ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് 212 ഡിഗ്രി എന്നും എടുത്തിരിക്കുന്നു. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് ടേക്കൺ ആസ് 32 degree and boiling point of water is taken as 212 degree. The range between 32 and 212 is 180. 212 കുറച്ചാൽ അത് 180 ആണ്. അതിൻ്റെ ഇടയ്ക്കുള്ള റേഞ്ച് ഈസ് 180, which is divided into equal part and one part is called 1 degree Fahrenheit. അതായത് ഒരു തെർമോമീറ്റർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ 212ഉം വെള്ളം ഐസാകുന്ന ടെമ്പറേച്ചർ താഴെ 32 ഡിഗ്രി എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് 180 ചെറിയ ഭാഗങ്ങളായിട്ട് ഭാഗിച്ചിരിക്കുന്നു. അതിനെ ഓരോ ഭാഗത്തെയും 1 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് വിളിക്കുന്നു. ഇനി സെൽഷ്യസ് സ്കെയിലിൽ, അതായത് ഫാരൻഹീറ്റ് സ്കെയിലിൽ വെള്ളത്തിൻ്റെ ഐസിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? വെള്ളം തണുത്ത് ഐസാകുന്ന ടെമ്പറേച്ചർ 32 ഡിഗ്രിയാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, പക്ഷേ ഇവിടെ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് വെള്ളം ഐസാകുന്ന ടെമ്പറേച്ചർ. വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പം വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റിനും അനുസരിച്ചാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ സ്കെയിലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഫാരൻഹീറ്റ് സ്കെയിലിൽ ഐസാകുന്ന ടെമ്പറേച്ചർ 32 ഡിഗ്രിയും വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ 112 ഡിഗ്രി, അതിൻ്റെ ഇടയ്ക്ക് 180 ഭാഗങ്ങൾ. അതിന് ഓരോ ഭാഗത്തിലും 1 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയും. ഇനി സെൽഷ്യസ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇൻ മെട്രിക് സിസ്റ്റം യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇൻ ദി സ്കെയിൽ boiling point of freezing point of water is taken as 0 degree and boiling point of water is taken as 100 degree. സെൽഷ്യസ് സ്കെയിലിൽ നമ്മൾ വെള്ളം ഐസാകുന്ന ടെമ്പറേച്ചർ 0 ഡിഗ്രി എന്നും വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ 100 ഡിഗ്രി എടുത്തിരിക്കുന്നു. അപ്പോൾ 0 ൽ നിന്ന് 100 ഇടയ്ക്കുള്ള 100 ഡിവിഷൻസ് ആയിട്ട് ഭാഗിച്ചിരിക്കുന്നു. 0 മുതൽ 100 വരെയുള്ള ഭാഗം 100 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓരോ ഡിവിഷനെയും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. അപ്പം വെള്ളം തണുക്കുന്ന അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുന്നതിൽ നിന്ന് തിളയ്ക്കുന്നതിലേക്കുള്ള ടെമ്പറേച്ചർ ഫാരൻഹീറ്റ് സ്കെയിലിൽ 180 ഭാഗങ്ങളുണ്ട്, സെൽഷ്യസ് സ്കെയിലിൽ 100 ഭാഗങ്ങളുണ്ട്. അപ്പം
1 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ കൂടുതൽ, 1 ഡിഗ്രി സെൽഷ്യസ് ആണോ കൂടുതൽ? ഫാരൻഹീറ്റ് അല്ല സാറേ. അല്ല, ഫാരൻഹീറ്റ് കുറവ്. അതായത് ചെറിയ 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 ഡിവിഷൻസ് ആണ്. ഒരേ റേഞ്ചിനെ സെൽഷ്യസ്. സെൽഷ്യസ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഒരേ റേഞ്ച് വെള്ളം കട്ടയാകുന്നതും വെള്ളം തിളയ്ക്കുന്നതിനും ഇടയ്ക്കുള്ള ആ ടെമ്പറേച്ചർ റേഞ്ചിനെ ഫാരൻഹീറ്റ് സ്കെയിലിൽ 180 ആയിട്ട് ഭാഗിച്ചിരിക്കുന്നു, സെൽഷ്യസ് സ്കെയിലിൽ 100 ആയിട്ട് ഭാഗിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗം ചെറുത് ഫാരൻഹീറ്റിലായിരിക്കും, വലുത് സെൽഷ്യസിലായിരിക്കും അല്ലേ? ഒരു വസ്തുവിനെ 180 ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കഷ്ണമാണോ ചെറുത്, 100 ആയിട്ട് ഭാഗിച്ചാൽ കിട്ടുന്ന കഷ്ണമാണോ വലുത്? 100 ആയിട്ട് ഭാഗിച്ചാൽ കിട്ടുന്ന കഷ്ണമല്ലേ വലുത്? അതായത് ഒരു ഡിഗ്രി സെൽഷ്യസ് ആണ് 1 ഡിഗ്രി ഫാരൻഹീറ്റിനേക്കാളും കൂടുതൽ, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അതൊരു ഡയഗ്രാമായിട്ട് ഒരു റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി സ്കെയിലും കൂടെ നോക്കാം ഏതൊക്കെയാണ്. ഇപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ സെൽഷ്യസ് സ്കെയിലിൻ്റെ ബാക്കിയാണ്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 0 ഡിഗ്രി അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഈസ് 100 ഡിഗ്രി. The difference between 0 and 100 is divided into 100 equal parts and one part is called 1 degree centigrade. ഇനി റൂമർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് ടേക്കൺ ഇൻ നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് 0 ഡിഗ്രി ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഈസ് 80 ഡിഗ്രി. 100 മുതൽ 80 വരെ വെള്ളം തിളയ്ക്കുന്നത് റൂമർ സ്കെയിലിൽ 80 ഡിഗ്രിയിലാണ്. 80 ഡിഗ്രി ആർ എന്ന് എഴുതും. 80 ഡിഗ്രി ആർ, 80 ഡിഗ്രി റൂമറിലാണ് ഈ വെള്ളം തിളയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിവിഷൻ അതിലും സെൽഷ്യസിനേക്കാളും വലുതായിരിക്കും. ഒരേ പാർട്ട് 80 ആയിട്ട് ഭാഗിച്ചിരിക്കുന്നു, അപ്പോൾ ഒരു പാർട്ട് അതിലും വലുതായിരിക്കും, 80 പാർട്ട്. ഈച്ച് പാർട്ട് ഈസ് കോൾഡ് 1 ഡിഗ്രി റൂമർ. The 3 scales are related to each other by formula as under. താഴെ പറയുന്ന ഫോർമുല പ്രകാരം ആണ് ഇത് തമ്മിലുള്ള ബന്ധം. അതായത് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും റൂമർ സ്കെയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുലയാണ്. C/100. സിയെ 100 ആയിട്ട് ഭാഗിച്ചിരിക്കുന്നു. F-32 32ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് F-32/180. ഇപ്പോൾ 212 തുടങ്ങുന്നത് 212/332/180 അതാണ് പിന്നെ F-32/180. ഇനി ആറിനെ റൂമർ സ്കെയിലിലുള്ള ടെമ്പറേച്ചറിന് 80 ആയിട്ട് ഭാഗിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് സെൽഷ്യസ് സ്കെയിലിൽ പിന്നെ 50 ഡിഗ്രി ഉള്ളത് ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്രയാണെന്ന് കാണണമെങ്കിൽ സെൽഷ്യസിന് സിക്ക് പകരം 50 എന്ന് കൊടുത്തിട്ട് ഈ എഫ് കണ്ടുപിടിക്കാം. ഈ ആറിൽ റൂമർ സ്കെയിലിൽ 40 ഡിഗ്രി എത്ര ഫാരൻഹീറ്റ് ആണെന്ന് കാണണമെങ്കിൽ ആറിന് 40 എന്ന് കൊടുക്കുന്നു, എഫ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇനി സിയിലെ സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചർ 150 ഡിഗ്രി ആണെങ്കിൽ റൂമർ സ്കെയിലിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ മുഖാന്തരം ഒരു സ്കെയിലിലുള്ള ടെമ്പറേച്ചർ മറ്റൊരു സ്കെയിലിലേക്ക് മാറ്റാൻ പറ്റും. ഈ ഫോർമുലയെ ഒന്ന് ചെറുതാക്കി എഴുതിയിരിക്കുന്നതാണ് താഴെ. അതായത് ഇതിനെ എല്ലാം 100, 150, 80 വി ക്യാൻ ഡിവൈഡഡ് ബൈ 20. 20 കൊണ്ട് ഹരിക്കാൻ പറ്റും. 100നെ 20 കൊണ്ട് ഹരിച്ചാൽ 5, 150നെ 20 കൊണ്ട് ഹരിച്ചാൽ 9, 80 ഡിവൈഡ് ബൈ 20 = 4. അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ മതി. സിംപ്ലിഫൈ ചെയ്ത ഇക്വേഷൻ, സിംപ്ലിഫൈഡ് ഇക്വേഷൻ രണ്ടും സെയിം തന്നെയാണ്. C/5 = F-32/9 = R/4. ബൈ ദിസ് ഫോർമുല ദ റീഡിംഗ് ക്യാൻ ബി ഇൻ്റർചേഞ്ച്ഡ്. ഓരോ റീഡിങ് ഫാരൻഹീറ്റിൽ എത്രയാണ് ടെമ്പറേച്ചർ കിട്ടിയാൽ അത് സെൽഷ്യസിൽ എത്രയാണെന്നും സെൽഷ്യസിൽ എത്രയാണെങ്കിൽ അത് ഫാരൻഹീറ്റിൽ എത്രയാണെന്നും നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ഇൻ്റർചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇത് അങ്ങനെയുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തതുമാണ്. ഈ ഫോർമുല ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിപ്പിച്ചതുമാണ്, ഓർക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ഹീറ്റിൻ്റെ ടെമ്പറേച്ചറിൻ്റെ പിന്നെ ചാപ്റ്റർ വേറെ പഠിക്കും, അതിൻ്റെ അകത്ത് കൂടുതൽ കണക്കുകൾ ചെയ്യാമെന്ന് നമ്മളന്ന് പറഞ്ഞതായിരുന്നു. ഓർക്കുന്നുണ്ടാവുമോ അറിയില്ല. അപ്പം നമ്മൾ ആ ഒരു 3 സ്കെയിലുകളും, ഇത് ഡിഗ്രി സെൽഷ്യസ് സ്കെയില്, ഇത് ഫാരൻഹീറ്റ് സ്കെയില്, ഇത് റൂമർ സ്കെയില്, അത് മൂന്നും ഇങ്ങനെ ഒരു റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും ബോയിലിംഗ് പോയിന്റ് ഇത് സി എന്ന് എഴുതുക, ഇത് ഫാരൻഹീറ്റ്, ഇത് റൂമറാണ്. അപ്പോൾ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ സെൽഷ്യസ് 0ൽ തുടങ്ങുന്നു, വെള്ളം തണുത്ത് കട്ടയാകുന്നു. 100ൽ വെള്ളം തിളയ്ക്കുന്നു. ഇവിടെ 32ൽ വെള്ളം കട്ടയാകുന്നു. 212 ഫാരൻഹീറ്റാണ് ഇത്.
32 വെള്ളം ഐസാകുന്നു. ഇത് വെള്ളം 212 വെള്ളം തിളയ്ക്കുന്നു. റൂമർ സ്കെയിലിൽ വെള്ളം 0-ൽ ഐസാകുന്നു, 80-ൽ തിളയ്ക്കുന്നു. എല്ലാം ഒരേ റേഞ്ച് തന്നെയാണ്. ഇതിനെ 100 ഭാഗിച്ചിരിക്കുന്നു, ഇതിനെ 180 ഭാഗിച്ചിരിക്കുന്നു, ഇതിനെ 80 ഭാഗിച്ചിരിക്കുന്നു. അപ്പോൾ ചെറിയ ഡിവിഷൻസ് ഇതിലേ ആയിരിക്കും ഏറ്റവും ചെറുത്. അത് കഴിഞ്ഞാൽ ഇതിലേ ആയിരിക്കും ചെറുത്. ഇത് 100 ഭാഗിച്ചിരിക്കുന്നു. ഒരേ റേഞ്ചിനെ 100 ഇവിടെ 180 ഇവിടെ 100 ഇതിവിടെ 80 ഭാഗിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഫാരൻഹീറ്റാണ് ചെറുത്, അതിനേക്കാളും വലുത് ഒരു ഡിഗ്രി സെൽഷ്യസ് ആണ്, അതിനേക്കാളും വലുതാണ് 1 ഡിഗ്രി റൂമർ എന്ന് പറയുന്നത്. The thermometers are also 3 types and are respectively called Fahrenheit thermometer, centigrade thermometer and Romer thermometer. To measure the temperature, mostly mercury thermometers are used. സാധാരണ നമ്മൾ ടെമ്പറേച്ചർ അളക്കാൻ, ചെറിയ ടെമ്പറേച്ചറുകളൊക്കെ അളക്കാൻ മെർക്കുറി തെർമോമീറ്ററാണ് ഉപയോഗിക്കാറ്. ഇത് മെർക്കുറി തെർമോമീറ്ററിൻ്റെ ഒരു ഏകദേശ റെപ്രസെൻറ്റേഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ബൾബിൻ്റെ അകത്ത് മെർക്കുറി നിറച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ അളക്കേണ്ട ഭാഗത്തേക്ക് ഇവിടെ ഇത് ഇറക്കി വെക്കും. അപ്പം ചൂട് കൂടുന്നതിനനുസരിച്ച് ഈ മെർക്കുറി വികസിച്ച് കഴിയുമ്പോൾ ഈ ട്യൂബിൽ കൂടെ മുകളിലേക്ക് ഉയരും. അപ്പോൾ ഇവിടെ 50-ൻ്റെ കൃത്യം മധ്യത്തിലാണ് വന്നിരിക്കുന്നതിൽ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് താപം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും മുകളിൽ 100-ലെത്തിയെങ്കിൽ ഇവിടം വരെ എത്തിയെങ്കിൽ 100-ലാണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ മുകളിലോട്ട് പോയെങ്കിൽ 100-ൽ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. അതിങ്ങനെ ചെറുതായിട്ട് അടയാളപ്പെടുത്തിയിരിക്കും ഈ തെർമോമീറ്റർ. അതാണ് തെർമോമീറ്റർ എന്ന് പറയുന്ന ഉപകരണത്തിൻ്റെ ടെമ്പറേച്ചർ അളക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്? സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് മെർക്കുറി ഫോർ സെലക്ടിങ് ആസ് എ മീഡിയം ഇൻ എ തെർമോമീറ്ററിൽ മീഡിയമായിട്ട് മെർക്കുറി ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെർക്കുറി ഹാവ് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഫോർ സെലക്ടിങ് ആസ് എ മീഡിയം ഇൻ തെർമോമീറ്റർ. ദ ഫോളോയിങ് ആർ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് മെർക്കുറി തെർമോമീറ്റർ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജുകൾ താഴെ പറയുന്നവയാണ്. ഇറ്റ് ഡസ് നോട്ട് വെറ്റ് ദ ഗ്ലാസ്. നോ മെർക്കുറി ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് ദി ട്യൂബ് ആസ് ദ ടെമ്പറേച്ചർ ഫാൾസ്. ഈ ടെമ്പറേച്ചർ ഇങ്ങനെ താഴോട്ട് പോരുമ്പോൾ അല്ലെങ്കിൽ ഇത് ചുരുങ്ങുമ്പോൾ ഇത് മെർക്കുറി ലെവൽ താഴേക്ക് പോകും എന്ന് വെച്ചാൽ അത് ഈ ഗ്ലാസ് ട്യൂബിനെ പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല, നേരെ ഇങ്ങ് പോരും. അവിടെ ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ചിരുന്ന് അല്ലെങ്കിൽ അതിനെ നനയ്ക്കുന്നില്ല. അതിൽ ആ മെർക്കുറി ഒറ്റ യൂണിറ്റായിട്ട് ഇതിങ്ങനെ താഴേക്ക് പോരും. അല്ലെങ്കിൽ ഇത് ഉയരുമ്പോൾ മുകളിലേക്ക് ഉയരും, താഴേക്ക് പോരുമ്പോൾ ഇവിടെ ഈ ട്യൂബിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല. നോ മെർക്കുറി ലെഫ്റ്റ് ബിഹൈൻഡ് ദ ട്യൂബ്. ആ ട്യൂബിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നില്ല, അവിടെ അവശേഷിപ്പിക്കുന്നില്ല. ഇറ്റ് ഈസ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഹെൻസ് ക്വിക്ക്ലി അറ്റൈൻസ് ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് ബോഡി. പെട്ടെന്ന് അത് ഹീറ്റ് നല്ലപോലെ ആഗിരണം ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ഹീറ്റ് കണ്ടക്ടറാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചുറ്റുപാടുകളിലെ ഹീറ്റ് ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി പെട്ടെന്ന് ചുറ്റുപാടിലെ ഹീറ്റ് അളക്കാം. നമ്മൾ തെർമോമീറ്റർ വായിൽ വെച്ചിട്ട് പനിയൊക്കെ അളക്കൂലേ, അപ്പോൾ വായിൽ ഇത് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ആ താപത്തിന് ചുറ്റുപാടുമുള്ള താപം അത് ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട് മെർക്കുറിക്ക്. അതൊരു കാരണം. മൂന്നാമത്തെ കാരണം, ഇറ്റ് ഹാസ് യൂണിഫോം കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ. ഒരേപോലെയാണ് ടെമ്പറേച്ചർ റൈസിൽ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഒരേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0-ൽ നിന്ന് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് ഉയരുന്നത് പോലെ തന്നെ അതേ എക്സ്പാൻഷൻ തന്നെയാണ് 90-ൽ നിന്ന് 91-ലേക്ക് ഉയരുമ്പോഴും. അപ്പോൾ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഉയരുമ്പോഴുണ്ടാകുന്ന എക്സ്പാൻഷൻ ഏത് ടെമ്പറേച്ചറിലും ഒരുപോലെയാണ്. ഇറ്റ് ഹാസ് യൂണിഫോം കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ. അതായത് ഒരേപോലെയുള്ള എക്സ്പാൻഷനാണ് എല്ലാ ടെമ്പറേച്ചർ റേഞ്ചിലും. അല്ലെങ്കിൽ നമ്മൾ തെർമോമീറ്റർ ഉണ്ടാക്കുമ്പം ബുദ്ധിമുട്ടിപ്പോയാലല്ലേ, 10 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്ന് ചൂടായി കഴിഞ്ഞാൽ 11 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ എത്തുമ്പോഴത്തേനും ഉള്ള വികാസം കുറവും 50 നിന്ന് 51-ലേക്കുള്ള വികാസം കൂടുതലുമാണെങ്കിൽ ആ ഡിവിഷൻസ് മാർക്ക് ചെയ്യാനൊക്കെ നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ ഇത് ഒരേപോലെയാണ് ഏതൊരു ടെമ്പറേച്ചർ റൈസിങ്ങിലും ഏതൊരു ടെമ്പറേച്ചർ ലെവലിലും അത് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത, ഇറ്റ് റിമെയിൻസ് ആസ് എ ലിക്വിഡ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഒരു വലിയ ടെമ്പറേച്ചർ റേഞ്ചിൽ അത് ദ്രാവകാവസ്ഥയിൽ തന്നെ തുടരുന്നു. -39 ഡിഗ്രി വരെ എത്തിക്കഴിഞ്ഞാൽ പോലും അതുവരെ അത് ദ്രാവകാവസ്ഥയിൽ തന്നെ തുടരും. അല്ലാണ്ട് പെട്ടെന്ന് കട്ട പിടിച്ച് പോവുകയോ പെട്ടെന്ന് തിളച്ച് വാതകമായി പോവുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു
വലിയ റേഞ്ച് ടെമ്പറേച്ചറിൽ ഇത് ദ്രാവകാവസ്ഥയിൽ തന്നെ തുടരും. മെർക്കുറിക്ക് തെർമോമീറ്ററിൻ്റെ അകത്തുള്ള മെർക്കുറി കട്ട പിടിച്ച് പോയാൽ പിന്നെ പരിപാടി നടക്കുമല്ലോ, അളക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ അത് തിളച്ച് ആവിയായി പോകാനുള്ള പ്രവണത കാണിച്ചാൽ തെർമോമീറ്റർ പൊട്ടിപ്പോവും. അപ്പോൾ വലിയൊരു ടെമ്പറേച്ചർ റേഞ്ചിൽ വെള്ളം 0 മുതൽ 100 വരെ ഉള്ളൂ. പക്ഷേ മെർക്കുറി -39°C വന്നു കഴിഞ്ഞാലും അത് അന്നേരമേ അത് ഫ്രീസ് ആകുന്നുള്ളൂ. മെർക്കുറി ഫീസസ് അതിൽ -39°C. ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മെഷറിംഗ് ലോ ടെമ്പറേച്ചർ. വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ അളക്കാൻ അത് ഉപയോഗിക്കാൻ പറ്റില്ല. -39°C വരെ അതിനെ അളക്കാൻ ഉള്ള താപം അളക്കാൻ മെർക്കുറി ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന കാര്യം. 11 മണിയായി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഹീറ്റ്, ടെമ്പറേച്ചർ, അതിൻ്റെ ഡിഫറൻസ്, അതുപോലെ ഹീറ്റിൻ്റെ യൂണിറ്റ്, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്, സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ, സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, റൂമർ സ്കെയിൽ, അങ്ങനെ 3 സ്കെയിലുകൾ. പിന്നെ തെർമോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കാനുള്ള മെർക്കുറിയുടെ പ്രത്യേക പ്രോപ്പർട്ടികൾ. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട്